പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവീൻ. ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ. അത് ഒരു ജഡീക വ്യക്തികളോടുള്ള കൽപ്പനയല്ല, ദൈവ മക്കളോടുള്ള കൽപ്പനയാണ്. ആത്മാവിൽ നിറയണം, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ ഒരു ദൈവ പൈതൽ ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പൊ ദൈവമക്കളെ, യേശു തമ്പുരാൻ തൻ്റെ അപ്പസ്തലന്മാരോട് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഈ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പൊ ആത്മാവിൻ്റെ ഒരു നിറവ് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ദൈവവചനത്തിലും സ്തോത്രം ദൈവ സാന്നിധ്യത്തിലും നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ടത് ഒന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഈ ആത്മനിറവ് നിന്നെ സാക്ഷിയുള്ളതാക്കുന്നതാണ്. ഭൂലോകത്തിലൊക്കെയും ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ഈ ആത്മനിറവ്, പരിശുദ്ധാത്മാ സ്നാനം നമ്മൾക്ക് ആവശ്യമാണ്. ഇതുണ്ടെങ്കിലേ നമ്മൾക്ക് പാപത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പാപത്തെ ജയിക്കുവാൻ ആത്മനിറവ് ആവശ്യമാണ്. അതാ ഗലാത്യ ലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ പാപ സ്വഭാവത്തെ ജയിക്കണമെങ്കിൽ ആത്മനിറവ് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ജോസഫ് ഈ സ്തോത്രം പ്രമാണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ അവനിൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, ദൈവ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ വെച്ച് പിശാച് അവനെ തകർത്തു കളയുവാൻ, പാപത്തിൽ വീഴ്ത്തിക്കളയുവാൻ പൊത്തിപ്പേറിന്റെ ഭാര്യയിൽ കൂടെ പ്രവർത്തിച്ചപ്പോൾ ജോസഫ് അതിനെ കുടഞ്ഞ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ, സമൂഹങ്ങളിൽ സ്തോത്രം പിശാച് പലരിൽ കൂടെ, പല പ്രവർത്തികളിൽ കൂടെ, സംസാരങ്ങളിൽ കൂടെ സ്തോത്രം തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ ആത്മനിറവുള്ളവൻ അവിടെ നിൽക്കത്തില്ല, ആത്മനിറവുള്ളവൻ അതിനെ ജയിച്ചോടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, നീരുറവിനരികെ നിൽക്കുന്ന ഫലപ്രദമായ ഒരു വൃക്ഷം. അത് ദൈവമക്കളെ, നീ ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ പാപത്തിനകത്ത് വീഴ്ത്തുവാൻ പിശാചിന് കഴിയത്തില്ല, ദ്രവ്യാഗ്രഹത്തിൽ വീഴ്ത്തുവാൻ കഴിയത്തില്ല. മറ്റുള്ള ചതിക്കുഴിയിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം അതിനെ ജയിക്കുവാനുള്ള ദൈവ സാന്നിധ്യം നിന്നകത്തുണ്ട്. തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നിനക്ക് തരും. കൈന്റെ മുഖം വാടി,
കൈനോട് ഹോവയായ ദൈവം ചോദിക്കുക, നീ കോപിക്കുന്നത് എന്താ? നിന്റെ മുഖം എന്താ കൈനെ ഇങ്ങനെ വാടുന്നത്? നീ നന്മ ചെയ്തെങ്കിൽ നിനക്ക് ദൈവപ്രസാദം ഉണ്ടാകത്തില്ലയോ? പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ ജയിക്കണം. അതെ ദൈവമക്കളെ, എപ്പോഴും പാപത്തിലേക്ക് പിശാച് മനുഷ്യനെ അട്രാക്ട് ചെയ്യും. പല സ്നേഹിതരിൽ കൂടെ നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം പകരുന്ന പല ദൃശ്യങ്ങളിൽ കൂടെ പിശാച് അവിടേക്ക് വലിക്കുമ്പോൾ ആത്മനിറവുള്ളവൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവൻ അതിനെ കുടഞ്ഞു കളഞ്ഞെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവദാസന്മാര് ആത്മീക ശുശ്രൂഷയ്ക്ക് സ്തോത്രം ആത്മനിറവ് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 9:22 നമ്മൾ വായിക്കുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാവാക്കി. അതെ, നിന്നോട് വാദിക്കുന്ന അന്ധകാര ശക്തികളെ മിണ്ടാതാക്കുവാൻ, നിന്നോട് എതിർക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ തകർക്കുവാൻ നിനക്ക് ദൈവശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. പൗലോസ് അനന്യാസനാൽ പ്രാർത്ഥിച്ച് തന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ ഒന്ന് അടർന്നു വീണ് സ്വത്രം ദൈവിക ദർശനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് യേശു ക്രിസ്തു തന്നെ എന്ന് തെളിയിച്ച് പ്രസംഗിച്ച് അവനോട് എതിർക്കുന്നവരെ മിണ്ടാതാക്കി. അപ്പോസ്തലപ്രവൃത്തിയിൽ ഉടനീളം നമ്മൾ പഠിച്ചാൽ പൗലോസിന്റെ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവനിൽ നിന്ന് റുമാലും ഉത്തിരിയും ഒക്കെ കൊണ്ടിടുമ്പോൾ രോഗികൾ സൗഖ്യമാകുക, ഭൂതങ്ങൾ വിട്ടുപോകുക. സ്വത്രം പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടുക, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളങ്ങുക. അതെ, ആത്മനിറവുള്ളവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോസ്തലനായ യോഹന്നാനും പത്രോസിനും എതിരെ ഭീഷണികൾ വന്നു. ഇനി യേശുവിന്റെ നാമത്തിൽ മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നിച്ചുകൂടി ഒരു മനസ്സോടെ ഒരിടത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വത്രം ദൈവശക്തി ഏറ്റെടുത്തു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങിയെന്ന് അപ്പോസ്തലപ്രവൃത്തി 4:30-31 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ളവനെ ചിലതിനെ കുലുക്കാൻ കഴിയും, ചിലതിനെ പൊട്ടിച്ചകറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതെ ദൈവമക്കളെ, സ്തെഫാനോസിനെ നമ്മൾ പഠിച്ചാൽ തനിക്ക് നേരെ പല്ല് കടിക്കുകയും തന്നെ കല്ലെറിയുകയും ചെയ്യുന്നവരുടെ നടുവിൽ ആത്മനിറവിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് സ്തെഫാനോസ് നോക്കി പ്രാർത്ഥിച്ചു. തുറക്കപ്പെട്ട ഒരു സ്വർഗം അവൻ കണ്ടു. പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു അവനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തെഫാനോസ് കാണുക. അതെ, കഷ്ടത സഹിക്കുവാനും നിന്നെ കല്ലെറിയുന്നവരുടെ നടുവിൽ, നിനക്കെതിരെ പല്ല് കടിക്കുന്നവരുടെ നടുവിൽ, നിനക്കെതിരെ ഭീഷണികൾ പറയുന്നവരുടെ നടുവിൽ, നിന്നെ തകർത്ത് കളയുവാൻ നോക്കുന്നവരുടെ നടുവിൽ അവിടെയും ദൈവ സാന്നിധ്യം ഉള്ള ഒരു ദൈവ പൈതൽ കാണുന്നത് കല്ലോ മറ്റുള്ളവരുടെ കൂർത്ത പല്ലുകളോ ഒന്നുമല്ല. അവൻ കാണുന്നത് തനിക്കായി തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗമാണ്. യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവ സാന്നിധ്യം, ആത്മനിറവ് ഒരു ദൈവ പൈതൽ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആത്മനിറവ് നമുക്ക് പ്രാപിക്കുവാൻ നമുക്കൊരു ദാഹമുണ്ടാകണം, നമുക്കൊരു വാഞ്ച ഉണ്ടാകണം, ആഗ്രഹം ഉണ്ടാകണം. അത് യേശു തമ്പുരാൻ പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ദാഹം, ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-44 നമ്മൾ വായിക്കുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൽ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പൊ ഒരു ദാഹം നിനക്കുണ്ടെങ്കിൽ ഈ ആത്മനിറവ് നിന്റെ മേൽ ദൈവം തരും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ 120 പേര് കൂടുന്ന ഒരു സംഘം ദാഹത്തോടാണ് മർക്കോസിന്റെ പാളിക മുറിയിൽ കൂടിയത്.
ആ ദാഹത്തോടെ അവരിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ ആമീൻ കൊടിമുഴക്കത്തോടെ ആമീൻ വലിയൊരു കൊടുങ്കാറ്റ് അവരുടെ മേൽ അടിച്ച് ആത്മശക്തി അവരുടെ മേൽ ഇറങ്ങി. അവർ സ്തോത്രം ആമീൻ എക്സ്ട്രാ ഓർഡിനറി ആയി അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന അഭിഷക്തന്മാരാക്കി ദൈവം അവരെ മാറ്റി. അവർ സാധാരണ മനുഷ്യരാണ്, സാമാന്യ ജനമാണ്. എന്നാൽ അവരിൽ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ അസാധാരണ വ്യക്തിയായി മാറി. അതെ ദൈവമക്കളെ, നമ്മൾക്കൊരു ദാഹമുണ്ടെങ്കിൽ കർത്താവ് ആത്മനിറവ് തരാൻ ഒരുക്കമുള്ളവനാ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അപ്പൊ ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ആത്മനിറവ് വാഞ്ചിക്കണം. ആത്മനിറവിനായി ദാഹിക്കണം. ആത്മനിറവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയും. ആത്മനിറവ് നിന്റെ അകത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും നീ ദൈവത്തെ ആരാധിക്കും. ആത്മനിറവ് നിന്റെ അകത്തുണ്ടെങ്കിൽ ദുഷ്ടൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ അവർ 7 വഴിയായി ചിതറിപ്പോകും. ആത്മനിറവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ സ്വന്തം ഹല്ലേലൂയ ബന്ധിക്കാൻ നോക്കുന്ന കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ നിന്റെ ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവം തമ്പുരാൻ തുറന്ന് അവിടുന്ന് നിന്നെ സ്വതന്ത്രരാക്കും. ആകയാൽ ദൈവമക്കളെ, ആത്മനിറവിനായി ദാഹിക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനത് തരാൻ ഒരുക്കമുള്ളവനാണ് കർത്താവ്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, എൻ്റെ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാഹത്തിന്മേൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരണമേ. അവർ സ്തോത്രം ലോകത്തെമ്പാടും കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവരെ സഹായിക്കണമേ. ആരെങ്കിലും രോഗികളായി മനോഭാരത്തോടെ ഒക്കെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഈ ദൈവ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി ആമേൻ കർത്താവേ, അങ്ങ് അവർക്ക് മേൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗങ്ങൾ സൗഖ്യമായി അവരുടെ മാനസിക വ്യതകളിൽ നിന്ന് അവരെ വിടിവിച്ച് ദൈവം ഒരു അത്ഭുത ഡെലിവറൻസ് അവർക്ക് കൊടുക്കണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഞങ്ങൾ എറണാകുളം കാക്കനാട് IMG ജംഗ്ഷനുള്ള വ്യാപാര ഭവനിലെ 3ാമത്തെ ഫ്ലോറിൽ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ആരാധനകളുണ്ട്. ഞങ്ങളോടുകൂടെ ആരാധിപ്പാൻ എറണാകുളം സർക്കിളിൽ താല്പര്യപ്പെടുന്നവർ ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.